ഒരാളോടും നോ പറയാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെ പറയേണ്ടുന്ന സമയത്ത് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഇഷ്ടമില്ലാത്ത പല വഴികളിലൂടെയും സഞ്ചരിക്കേണ്ടി വന്നവർ, ട്രാപ്പിലായി പോകുന്ന ചിലർ, ഓപ്പോസിറ്റുള്ളത് ഇഷ്ടമുള്ള ആളാണെങ്കിൽ എല്ലാം പോട്ടെ എന്ന് വെക്കുന്ന വേറെ ചിലർ, ആ അടിമ മനസ്സിനെ ചൂഷണം ചെയ്യുന്ന പലരെയും കാണാം. വേറെ അഭിപ്രായമോ താല്പര്യമോ ഇല്ലാത്തത് കൊണ്ടല്ല, തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് അയാൾ നോ പറയാത്തത് എന്ന് കൂടെയുള്ളയാൾ ചിന്തിക്കാറില്ല. നോ പറയാനുള്ള നിങ്ങളുടെ കഴിവുകേടിനെ മുതലെടുത്ത് സ്വന്തം താല്പര്യം മാത്രം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പോകേണ്ട വഴികളും ചെയ്യേണ്ട കാര്യങ്ങളും നിരന്തരം നിങ്ങൾക്ക് മുമ്പിലായി മാപ്പ് വരച്ചിടും. വെറും രണ്ടക്ഷരങ്ങളായ നോ പറയേണ്ടുന്ന സമയത്ത് പറയാത്തത് കൊണ്ട് മാത്രം സ്വന്തം താല്പര്യങ്ങളെ ചങ്ങലക്കിട്ട വെറും മനുഷ്യപ്പാവകളായി നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കും. എല്ലാം കലിപ്പന്റെ സ്നേഹം കൊണ്ടല്ലേ എന്ന് ആശ്വസിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാന്താരികളെയും ഇക്കൂട്ടത്തിൽ കാണാട്ടോ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ, ഒരു നോ പറഞ്ഞാൽ അതിന് വലിയൊരു ക്രൈമായി കാണുന്ന ആളാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ അയാൾ ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ ജീവിക്കാൻ തക്ക മാനസിക വളർച്ച എത്തിയിട്ടില്ലാത്ത ഒരാളാണ്. അത് സാധിപ്പിച്ചെടുക്കാൻ അയാൾ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാളെ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് സാധിപ്പിച്ചെടുക്കാൻ അയാൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്. അത് സാധിപ്പിച്ചെടുക്കാൻ അയാൾ നിങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു മനോരോഗിയാണ്, അടിമുടി ഭീരുവായ ഒരു മനോരോഗി. അങ്ങനെയുള്ളവരോട് സേ എ ബിഗ് നോ ആസ് സൂൺ ആസ് പോസിബിൾ ആൻഡ് ആസ് ലൗഡർ ആസ് പോസിബിൾ.